നമസ്കാരം, മന്ത്ര ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് കർക്കിടക വാവ് പതിനായിരങ്ങൾ ബലിതർപ്പണത്തിനെത്തി. വിടവാങ്ങിയത് കേരള രാഷ്ട്രീയത്തിലെ ചിരിയുടെ തമ്പുരാൻ. MLA-യുടെ അറസ്റ്റ് ഗൂഢാലോചനയിലെന്ന കോടിയേരി. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ. നഷ്ടമായത് അടുത്ത സുഹൃത്തിനെയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുൻ ദൂരദർശൻ അവതാരക തെങ്ങുവീണ മരിച്ചു. ദിലീപിന്റെ വിദേശ ഇടപാടുകൾ അന്വേഷണത്തിൽ ഫോറിൻ ആക്ട് പ്രകാരം കേസിന് സാധ്യത. രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഇന്ന് പാർലമെന്റ് യാത്രയയപ്പ് നൽകും. അക്ഷയ് കുമാറിന്റെ പുതിയ ചിത്രത്തിന്റെ വ്യാജൻ റിലീസിനു മുൻപേ ഇന്റർനെറ്റിൽ. ചരിത്രമാവാൻ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പിതൃസ്മരണയിൽ നാട് കർക്കിടകവാവിന്റെ പുണ്യം തേടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ബലിതർപ്പണത്തിനായി പേരുകേട്ടിട്ടുള്ള 2 സ്ഥലങ്ങളാണ് വർക്കല പാപനാശവും മറ്റൊന്ന് കേരളത്തിലെ തന്നെ ഏക പരശുരാമസ്വാമി ക്ഷേത്രമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും. ഹൈന്ദവാചാരപ്രകാരം പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മമാണ് ബലിതർപ്പണം. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടകവാവ് ബലിയായി ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. ഇന്നേ ദിവസം പിതൃബലി തർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ ബലിതർപ്പണം നടത്തുകയാണ്. പുലർച്ചെ 3 മണിയോടെയാണ് മിക്കയിടങ്ങളിലും ബലിയിടങ്ങളിൽ കർമ്മങ്ങൾ തുടങ്ങിയത്. ആലുവ, മണപ്പുറത്തും തിരുനെല്ലിയിലും അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ ഇന്നലെ പൂർത്തിയായിരുന്നു. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്ത് ശംഖുമുഖം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല, പാപനാശിനി, കടപ്പുറം എന്നിവിടങ്ങളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. തന്റെ നർമ്മ സംഭാഷണം കൊണ്ട് ആരെയും പിടിച്ചിരുത്താൻ കഴിവുള്ള വ്യക്തിയായിരുന്നു ഉഴവൂർ വിജയൻ. സ്വതേ ചിരി കുറവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഉഴവൂർ വിജയൻ സ്റ്റേജിലെത്തിയാലൊന്ന് കാതുകൂർപ്പിച്ചിരിക്കും. ചിലപ്പോൾ അപ്രതീക്ഷിതമായി പൊട്ടിച്ചിരിച്ചെന്നിരിക്കും. പ്രസംഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം ഓരോ വാക്കിലും ചിരിയുടെ വെടിമരുന്ന് നിറയ്ക്കാനും അത് കുറിക്കുകൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കാനും ഉഴവൂരിനുള്ള മിടുക്ക് രാഷ്ട്രീയ എതിരാളികൾ പോലും തലകുലുക്കി സമ്മതിക്കും. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥാനാർത്ഥിയെക്കാളും തിരക്ക് വിജയനായിരുന്നു. ഉഴവൂർ വിജയനെ പ്രസംഗത്തിനായി കിട്ടാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു. അവരെയൊന്നും നിരാശരാക്കാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിജയൻ ഓടിയെത്തും. നർമ്മം കലർത്തി സംസാരിക്കുന്നതിനാൽ വിജയന്റെ പ്രസംഗത്തിന് ആരാധകർ ഏറെയായിരുന്നു. EK നായനാർക്കും ലോലപ്പൻ നമ്പാടനും TK ഹംസയ്ക്കും ശേഷം നാടൻ വാക്കുകളും നാട്യങ്ങളുമില്ലാതെ പ്രസംഗവുമായി മലയാളികളെ ഇത്രയധികം ചിരിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ എന്ന സംശയമാണ്. അലക്കിത്തേച്ച ഖദറിട്ട് അതിനേക്കാൾ അലക്കിത്തേച്ച വാക്കുകൾ മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കാലത്താണ് ഉഴവൂർ നർമ്മവും ചിന്തയും സമാസമം കലർത്തി രാഷ്ട്രീയ എതിരാളികളുടെ മർമ്മത്തടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വേദിയിലായാലും ഉഴവൂരിനായി ഒരു കസേര എപ്പോഴും മുൻനിരയിൽ റെഡിയായിരുന്നു. സ്ത്രീ പീഡന കേസിൽ കുറ്റാരോപിതനായ M. വിൻസെന്റ് MLA-യുടെ അറസ്റ്റിൽ ഗൂഢാലോചനയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അറസ്റ്റ് നിയമപരമായി തന്നെയാണ് നടന്നിട്ടുള്ളത്. പീഡനത്തിനിരയായ സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ഇന്ന് നടക്കും. തുടർന്ന് 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കണോ എന്ന വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച നടക്കും. അതിനു പുറമെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നടന്നുവരുന്ന സമര പരിപാടികളെക്കുറിച്ചും തുടർന്ന് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ചർച്ച ചെയ്യും. KSU കാലം മുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. KR നാരായണൻ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവുമായി തനിക്കൊപ്പം മുന്നിട്ടിറങ്ങിയതും ഉഴവൂർ വിജയനായിരുന്നു. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തനിക്ക് നഷ്ടമായത് അടുത്ത സുഹൃത്തിനെയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നല്ല രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മികച്ച സഹപ്രവർത്തകൻ കൂടിയായിരുന്നു ഉഴവൂർ വിജയൻ. KSU കാലം മുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. KR നാരായണന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവുമായി തനിക്കൊപ്പം മുന്നിട്ടിറങ്ങിയതും ഉഴവൂർ വിജയനായിരുന്നുവെന്നും ചെന്നിത്തല സ്മരിക്കുന്നു. തനിക്കൊരു അനിയൻ നഷ്ടമായ വേദനയാണെന്ന് മുൻമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. മരണം അവിശ്വസനീയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കാൻ സാധിച്ച നേതാവായിരുന്നു ഉഴവൂർ വിജയനെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഉഴവൂർ വിജയന്റെ നിര്യാണം NCPക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് മുഴുവൻ നഷ്ടമാണെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ പ്രതികരിച്ചു.
തെങ്ങുവീണ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മുൻ ദൂരദർശൻ അവതാരക കാഞ്ചൻ നാഥ് അന്തരിച്ചു. വ്യാഴാഴ്ച രാവിലെ പ്രഭാത നടത്തത്തിനിടെ പെട്ടെന്ന് ദേഹത്തേക്ക് തെങ്ങു വീഴുകയായിരുന്നു. മുംബൈയിലെ ചെമ്പൂരിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. നിലവിൽ യോഗ അധ്യാപികയായവർ പ്രഭാത സവാരി നടത്തുന്നതിനിടെ റോഡിലേക്ക് ചാഞ്ഞു നിന്ന തെങ്ങ് പെട്ടെന്ന് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. സമീപത്തെ കടകളിലുണ്ടായിരുന്നവരും യാത്രക്കാരും ഉടൻ തന്നെ തെങ്ങിനടിയിൽപ്പെട്ട കാഞ്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ മരിക്കുകയായിരുന്നു. ബിർഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഈ ദാരുണ സംഭവത്തിന് കാരണമെന്ന് കാഞ്ചൻനാഥിന്റെ ഭർത്താവ് രജിത് നാഥ് പ്രതികരിച്ചു. തെങ്ങു മുറിച്ചു നീക്കാൻ നിരവധി തവണ കോർപ്പറേഷന്റെ അനുമതി തേടിയെങ്കിലും കോർപ്പറേഷൻ അധികൃതർ നിഷേധിക്കുകയായിരുന്നു. തെങ്ങു വീഴുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി അന്വേഷിക്കുന്നു. രാജ്യത്തിനുള്ളിലെ സ്ഥല ഇടപാടുകളും ബിസിനസ്സുകളും പരിശോധിച്ച ശേഷം ഇപ്പോൾ ദിലീപിന്റെ വിദേശത്തുള്ള ഇടപാടുകളിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ദിലീപിന്റെ അടുത്ത ബന്ധുവിന്റെ നീക്കങ്ങളും സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി. മലയാള സിനിമകൾ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവകാശം നേടുന്നതിനുള്ള ഓവർസീസ് റൈറ്റിന് ലഭിക്കുന്ന തുക നായക നടന്മാർക്ക് ലഭിക്കുന്ന പതിവാണ് നിലനിൽക്കുന്നത്. ഈ തുക ദിലീപ് വിദേശ നിക്ഷേപമാക്കി മാറ്റിയതിനുള്ള സാഹചര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇത് കുഴൽപ്പണമായി നാട്ടിലെത്തിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. കുറ്റം ബോധ്യപ്പെട്ടാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേസെടുക്കാനാണ് നീക്കം. ഇതിനുള്ള തെളിവെടുപ്പുകൾ അന്തിമ ഘട്ടത്തിലാണ്. എൻഫോഴ്സ്മെന്റ് വകുപ്പ്, ആദായ നികുതി വകുപ്പ് എന്നിവർ ചേർന്നാണ് അന്വേഷണം. രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഇന്ന് പാർലമെന്റ് യാത്രയയപ്പ് നൽകും. പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ചടങ്ങ്. മന്ത്രിമാരും ഇരുസഭകളിലെയും എംപിമാരും ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും മന്ത്രിമാരും കക്ഷി നേതാക്കളും ഉൾപ്പെടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർ ഒപ്പിട്ട പ്രത്യേക ഉപഹാരവും രാഷ്ട്രപതിക്ക് നൽകും. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണബ് മുഖർജിക്ക് ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ അത്താഴ വിരുന്ന് നൽകി. നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കേന്ദ്ര മന്ത്രിമാരും പ്രമുഖ നേതാക്കളും ഇതിൽ പങ്കെടുത്തു. 24 വൈകുന്നേരം രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും രാഷ്ട്രപതി അത്താഴ വിരുന്ന് നൽകും. 25-ന് നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രണബ് മുഖർജിയും കോവിന്ദും പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ എത്തും. പുതിയ രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് പ്രണബ് മുഖർജി കേന്ദ്രമന്ത്രിയുടെ അകമ്പടിയോടെ 10 രാജാജി മാർഗിലെ പുതിയ വസതിയിലേക്ക് പോകും. ബോളിവുഡ് നടനും ദേശീയ അവാർഡ് ജേതാവുമായ അക്ഷയ് കുമാറിന്റെ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ചിത്രം ടോയ്ലറ്റ് ഏക് പ്രേം കഥ ഓൺലൈനിൽ ചോർന്നു. ഓഗസ്റ്റ് 11-നാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ ചിത്രം ചോരുകയായിരുന്നു. ചിത്രത്തിന്റെ കൊറിയോഗ്രാഫർ റെമോ ഡിസൂക്കാണ് ചിത്രം ചോർന്നത് സംബന്ധിച്ച വിവരം നൽകിയത്. ഇത് ഡിസൂസ് ഉടൻ തന്നെ നിർമ്മാതാക്കൾക്ക് കൈമാറി. നിർമ്മാതാക്കൾ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. ശ്രീനാരായൺ സിംഗ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചോർച്ച വാർത്തയായതോടെ വ്യാജ പതിപ്പുകൾക്കെതിരായ പോരാട്ടത്തിൽ പിന്തുണ ആവശ്യപ്പെട്ട് അക്ഷയ് കുമാർ രംഗത്തെത്തി. ട്വിറ്ററിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. സ്പോർട്സ് വാർത്തകൾ. കായിക ലോകത്തിന്റെ കണ്ണും മനസ്സും ഇന്ന് ലണ്ടനിലേക്ക്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശ ഫൈനലിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും കരുത്തരായ ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടും. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് ഇംഗ്ലണ്ട് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. പുരുഷ ക്രിക്കറ്റിന് മാത്രം കൈയടിച്ച ലോക ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സ് പെൺപോരാട്ടത്തിന്റെ തുടിപ്പിനൊപ്പം നിന്ന ലോകകപ്പ് കൂടിയായിരുന്നു ഇത്. സ്വന്തം മൈതാനത്തിന്റെ തിണ്ണമിടുക്കും കണക്കിലെ മേധാവിത്വവും ഇംഗ്ലണ്ടിന് അവകാശപ്പെടാമെങ്കിലും ഓസീസിനെ തകർത്ത ഇന്ത്യയുടെ പെൺകരുത്തിനെ വീഴ്ത്താൻ ഇംഗ്ലണ്ടിന് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ന് കർക്കിടക വാവ് 10,000 ബലിതർപ്പണത്തിന് എത്തി. വിടവാങ്ങിയത് കേരള രാഷ്ട്രീയത്തിലെ ചിരിയുടെ തമ്പുരാൻ. മുൻ ദൂരദർശൻ അവതാരക തെങ്ങുവീണ മരിച്ചു. രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് പാർലമെന്റ് യാത്രയയപ്പ് നൽകും. ചരിത്രമാവാൻ ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഫൈനൽ ഇന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.